നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിനു മുമ്പുള്ള വീഡിയോകൾ പ്രധാനമന്ത്രി ആവാസ് യോജനയെക്കുറിച്ചുള്ളതായിരുന്നു. ഒരുപാട് പേർ ആ വീഡിയോകൾ കാണുകയും ആവാസ് യോജനയിലേക്ക് അപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പുതിയ ലിസ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് പലരും. ഇന്നിവിടെ ആദ്യമായി പറയാൻ പോകുന്നത് PMAYയിൽ നമ്മുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുന്നത് എങ്ങനെയാണെന്നാണ്. ഇതറിഞ്ഞാലല്ലേ പുതിയ ലിസ്റ്റ് വരുമ്പോൾ നോക്കാൻ പറ്റുകയുള്ളൂ. അറിഞ്ഞു വയ്ക്കുന്നത് നല്ലതല്ലേ? എങ്കിൽ നോക്കിക്കോളൂ അതെങ്ങനെയാണെന്ന്. ആദ്യമായി ഗൂഗിളിൽ PMAYG എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സെർച്ച് ചെയ്യുമ്പോൾ http://www.pmayg.nic.in എന്ന വെബ് ഓപ്ഷൻ വരും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് PMAY ഗ്രാമീണിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിലേക്ക് പോകുക. പേജിലെത്തിക്കഴിഞ്ഞാൽ മുകൾ ഭാഗത്തായി കാണുന്ന 3 വരെയുള്ള മെനു ബട്ടൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ കുറേ ഓപ്ഷനുകൾ വരും. അതിൽ രണ്ടാമത്തെ ഓപ്ഷനായ ആവാസ് സോഫ്റ്റ് എന്നതിൽ ടച്ച് ചെയ്യുക. വീണ്ടും അടിഭാഗത്തായി കുറച്ച് ഓപ്ഷനുകൾ വരും. അവിടെയും രണ്ടാമതായി റിപ്പോർട്ട് എന്ന ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. റിപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു പേജിലേക്ക് എത്തിച്ചേരും. സ്ക്രോൾ ചെയ്ത് അടിയിലേക്ക് പോകുമ്പോൾ സോഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന ഓപ്ഷൻ കാണാം. അതിനടിയിലായി ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് ഫോർ വെരിഫിക്കേഷൻ എന്ന് കാണാം. ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് ഫോർ വെരിഫിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെലക്ഷൻ ഫിൽറ്റേഴ്സ് എന്ന പേജ് വരും. ആദ്യത്തെ കോളത്തിൽ ആൾ സ്റ്റേറ്റ്സ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ സ്റ്റേറ്റുകളുടെയും ലിസ്റ്റ് വരും. അതിൽ നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. തൊട്ടു താഴെയായി കാണുന്ന സെലക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിസ്ട്രിക്റ്റുകളുടെ ലിസ്റ്റ് വരും. അതിൽ നിന്ന് നമ്മുടെ ജില്ല തിരഞ്ഞെടുക്കുക. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത സെലക്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ബ്ലോക്ക് തിരഞ്ഞെടുക്കുക. ബ്ലോക്കിന് താഴെയായി കാണുന്ന സെലക്ട് ബട്ടണിൽ ടച്ച് ചെയ്ത് പഞ്ചായത്ത് സെലക്ട് ചെയ്യുക. അതിനും താഴെ കാണുന്ന സെലക്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഏത് സാമ്പത്തിക വർഷത്തെ ലിസ്റ്റാണോ നമുക്ക് വേണ്ടത് അത് തിരഞ്ഞെടുക്കുക. അതിനുശേഷം അടുത്ത സെലക്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പദ്ധതിയുടെ പേര്, അതായത് പ്രധാനമന്ത്രി ആവാസ് യോജന സെലക്ട് ചെയ്യുക. ഇപ്പോൾ 99% കാര്യങ്ങളും കഴിഞ്ഞിരിക്കുന്നു. ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം. താഴെയായി ഒരു ക്യാപ്ച കാണും. അത് 2 സംഖ്യകളുടെ കൂട്ടലോ കുറയ്ക്കലോ ആയിരിക്കും. അത് കണക്ക് കൂട്ടി ടൈപ്പ് ക്യാപ്ച എന്ന കോളത്തിൽ ഉത്തരം എഴുതണം. ചില സമയങ്ങളിൽ ഇൻവാലിഡ് ക്യാപ്ച എന്ന് കാണിക്കും. അങ്ങനെ വന്നാൽ ഈ സെലക്ഷനുകളെല്ലാം ആദ്യം മുതൽ ചെയ്യണം. അതായത് ബാക്കിലോട്ട് പോയി സ്റ്റേറ്റ് മുതൽ ആദ്യം വരണം. എല്ലാം ആദ്യം മുതൽ സെലക്ട് ചെയ്ത് വന്നതിന് ശേഷം പിന്നെ ക്യാപ്ച ചെയ്യണം. ചില സമയങ്ങളിൽ പെട്ടെന്ന് ശരിയാകും. ചില സമയങ്ങളിൽ പല തവണ ചെയ്താലാണ് റിസൾട്ട് കിട്ടുക. ഇത് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ക്യാപ്ച കാൽക്കുലേറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലിസ്റ്റ് വരും. വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്. ഇങ്ങനെയാണ് ലിസ്റ്റ് പരിശോധിക്കുന്നത്. എത്ര ഈസിയാണ് അല്ലേ? ഇനി അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായ ശൗചാലയ യോജനയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ടോയ്ലറ്റ് ഇല്ലാത്തവർക്ക് ടോയ്ലറ്റ് നിർമ്മിക്കാൻ സർക്കാർ തരും 12,000 രൂപ. 12,000 രൂപ എന്ന് പറയുമ്പോൾ നമുക്കൊരു ചെറിയൊരു തുകയായിട്ട് തോന്നാം. പക്ഷേ അത് ടോയ്ലറ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു സഹായം മാത്രമാണ്. അങ്ങനെ കണക്കാക്കണം. നമ്മുടെ സ്റ്റേറ്റിനെ സംബന്ധിച്ച് നമുക്ക് ടോയ്ലറ്റ് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയില്ല. എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റേറ്റിൽ ഏകദേശം എല്ലാവർക്കും ടോയ്ലറ്റുകൾ ഉണ്ട്. ടോയ്ലറ്റുകൾ ഇല്ലാത്ത ആളുകൾ വളരെ അപൂർവമായിരിക്കും. പക്ഷേ മറ്റ് സ്റ്റേറ്റുകളിൽ അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ 12,000 രൂപയെങ്കിൽ 12,000 രൂപ സർക്കാരിൻ്റെ അത് മേടിച്ചുകൊണ്ട് ഒരു ടോയ്ലറ്റുകൾ ഉണ്ടാക്കുന്ന സംവിധാനം നടക്കുന്നത്. ഇതുപോലെ പല പദ്ധതികളുമുണ്ട്. ഇപ്പോൾ നമുക്ക് SC വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വീടിൻ്റെ പ്ലാസ്റ്ററിങ്ങിന് കൊടുക്കുന്നത്, ഇപ്പോൾ പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് കൊടുക്കുന്നത് വെറും 60,000 രൂപ മാത്രമാണ്.
60,000 രൂപ കൊണ്ട് ആ വീടിൻ്റെ മുഴുവൻ ഭാഗങ്ങളും തേച്ചെടുക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അതൊരു സഹായമാണ്. ആ സഹായം നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ വിഹിതവും കൂടി അതിൽ ചേർത്തുകൊണ്ട് നമ്മൾ ആ സംഗതി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെയാണ് ഈ 12,000 രൂപയും നമുക്ക് ഒരു ടോയ്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സഹായം സർക്കാർ ചെയ്യുന്നു എന്ന് മാത്രം. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ PMAYയിലേക്ക് അപേക്ഷിച്ച ആളുകൾ അല്ലെങ്കിൽ ലൈഫ് മിഷനിൽ അപേക്ഷിച്ചിട്ടുള്ള ആൾക്കാർ, അപ്പോൾ അതിൻ്റെ പദ്ധതി കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് അവർക്കൊക്കെ അതിനോടൊപ്പം ടോയ്ലറ്റ് കൂടി അനുവദിക്കുന്നുണ്ട്. എന്നിട്ടും ടോയ്ലറ്റുകൾ ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി. അപ്പോൾ ഒരു ടോയ്ലറ്റ് പണിയാൻ വേണ്ടി ധനസഹായം ആവശ്യമാണ് എന്നുള്ളവർക്ക് മാത്രം ഇതിലേക്ക് അപേക്ഷിക്കാം. ഈ പദ്ധതിയിലേക്ക് എങ്ങനെ അപേക്ഷിക്കാമെന്ന് വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട്. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആവശ്യമുള്ളവർ അപേക്ഷിക്കുക. ഈ പദ്ധതി പ്രകാരം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് 12,000 രൂപ നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അത് 6,000 രൂപയുടെ 2 ഗഡുക്കളായാണ് ട്രാൻസ്ഫർ ചെയ്യുക. ഒരു ടോയ്ലറ്റ് ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് ടോയ്ലറ്റ് നിർമ്മിക്കുന്നതിലേക്ക് ഒരു സഹായമായാണ് 12,000 രൂപ സർക്കാർ നൽകുന്നത്. 18 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയൂ. കുടുംബത്തിലെ മറ്റാർക്കും ഈ പദ്ധതി പ്രകാരം മുൻപ് ആനുകൂല്യം കിട്ടിയിട്ടുണ്ടാകാൻ പാടില്ല. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്കാണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. അപേക്ഷകൻ്റെ കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ കുറവായിരിക്കണം. നിലവിൽ ടോയ്ലറ്റ് ഉള്ളവർക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുണ്ടായിരിക്കില്ല. ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഗൂഗിൾ എടുത്തതിന് ശേഷം സ്വച്ഛ് ഭാരത് മിഷൻ എന്നതിൻ്റെ ഷോർട്ട് ഫോമായ SBM രജിസ്ട്രേഷൻ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ രജിസ്ട്രേഷൻ എന്ന ടൈറ്റിലോടുകൂടി സ്വച്ഛ് ഭാരത് മിഷൻ്റെ https:/sbm.gov.in എന്ന സൈറ്റ് കാണാം. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീണിൻ്റെ സിറ്റിസൺ രജിസ്ട്രേഷൻ്റെ പേജിലേക്കാണ് എത്തുക. ആദ്യത്തെ കോളത്തിൽ മൊബൈൽ നമ്പർ ആസ് ലോഗിൻ ID എന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, കൊടുക്കുന്ന മൊബൈൽ നമ്പർ ഓർത്തു വയ്ക്കണം. പിന്നീട് എപ്പോൾ ഈ സൈറ്റിൽ ലോഗിൻ ചെയ്യണമെങ്കിലും ലോഗിൻ ID ഈ മൊബൈൽ നമ്പർ ആയിരിക്കും. അപ്പോൾ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗെറ്റ് OTP എന്ന മഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഉടൻ തന്നെ ഒരു OTP നമ്മുടെ മൊബൈലിലേക്ക് വരും. വന്ന OTP കൃത്യമായി തൊട്ട് താഴെ കാണുന്ന എൻ്റർ OTP എന്ന കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. OTP എൻ്റർ ചെയ്തു കഴിഞ്ഞാൽ താഴെയായി 2 ഓപ്ഷനുകൾ കാണാം. വെരിഫൈ OTP, രണ്ടാമത്തത് ലോഗിൻ. നമുക്ക് ലോഗിനാണ് വേണ്ടത്. ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ലോഗിൻ ചെയ്യാനായി രജിസ്ട്രേഷൻ മൊബൈൽ നമ്പർ ചോദിച്ചിട്ടുണ്ടാകും. നേരത്തെ കൊടുത്ത അതേ മൊബൈൽ നമ്പർ കൊടുക്കുക. അതിനുശേഷം ഗെറ്റ് OTPയിൽ ടച്ച് ചെയ്യുക. വീണ്ടും ഒരു OTP വരും. വരുന്ന OTP താഴെ കാണുന്ന എൻ്റർ OTP എന്ന കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു സെക്യൂരിറ്റി കോഡ് കാണാം. ആ ക്യാപ്ച ശ്രദ്ധിച്ച് താഴെ കാണുന്ന എൻ്റർ സെക്യൂരിറ്റി കോഡ് എന്ന കോളത്തിൽ കൃത്യമായി ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സൈൻ ഇൻ ചെയ്ത് അകത്തേക്ക് പോകുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിന് താഴെയായി നെയിം ഓഫ് സിറ്റിസൺ ചോദിച്ചിട്ടുണ്ട്. ആ കോളത്തിൽ നമ്മുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് താഴെയായി ജെൻഡർ എന്ന കോളത്തിൽ മെയിൽ ഓർ ഫീമെയിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ റെസിഡൻഷ്യൽ അഡ്രസ്സ് ചോദിച്ചിട്ടുള്ള കോളത്തിൽ ശരിയായ അഡ്രസ്സ് കൊടുക്കുക. അതിന് താഴെ സെലക്ട് സ്റ്റേറ്റ് എന്ന കോളത്തിൽ ടച്ച് ചെയ്താൽ സ്റ്റേറ്റുകളുടെ ലിസ്റ്റ് വരും. അതിൽ നിന്ന് നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെയായി ഒരു ക്യാപ്ചയുണ്ട്. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അത് കൃത്യമായി എൻ്റർ സെക്യൂരിറ്റി കോഡ് എന്ന കോളത്തിൽ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ അഡ്രസ്സും പേരും എല്ലാമുള്ള പുതിയൊരു പേജ് തുറന്നു വരും. അവിടെ മുകളിലുള്ള 3 വര കാണാം. ആ മെനു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 2 ഓപ്ഷനുകൾ വരും. ഒന്ന് ന്യൂ ആപ്ലിക്കേഷൻ, 2
വ്യൂ ആപ്ലിക്കേഷൻ. ഒന്നാമത്തെ ഓപ്ഷനായ ന്യൂ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ന്യൂ ആപ്ലിക്കേഷൻ പേജ് തുറന്നു വരും. അവിടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഓഫ് ബെനിഫിഷ്യറീസ് എന്ന ടൈറ്റിലോടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായി കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഒരു പാരഗ്രാഫ് ഇങ്ങനെ ഉണ്ടാകും. അത് വായിച്ച് മനസ്സിലാക്കിയ ശേഷം പേജിൽ ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ആ പേജ് കൃത്യമായിട്ട് തുറന്നു വരും. IHHL ആപ്ലിക്കേഷൻ ഫോം എന്ന് കാണാം. ആപ്ലിക്കേഷൻ ഫോമാണത്. ആദ്യത്തെ കോളത്തിൽ സ്റ്റേറ്റ് നെയിം ചോദിച്ചിട്ടുണ്ട്. അത് നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അവിടെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ പേര് കാണാം. അതിന് താഴെയായി സെലക്ട് ഡിസ്ട്രിക്റ്റ് എന്ന കോളത്തിൽ ടച്ച് ചെയ്യുക. അപ്പോൾ ഡിസ്ട്രിക്റ്റുകളുടെ ലിസ്റ്റ് വരും. അതിൽ നിന്നും നേരത്തെ നമ്മൾ എങ്ങനെയാണോ സ്റ്റേറ്റ് തിരഞ്ഞെടുത്തത് അതുപോലെ നമ്മുടെ ജില്ലയുടെ പേരും സെലക്ട് ചെയ്യുക. അതിനുശേഷം സെലക്ട് ബ്ലോക്ക് എന്ന കോളത്തിൽ ടച്ച് ചെയ്ത് നമ്മുടെ ബ്ലോക്ക് തിരഞ്ഞെടുക്കുക. അതിന് താഴെയായിട്ട് ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുക്കാനുള്ള ബട്ടണാണ്. ആ സെലക്ട് ബട്ടണിൽ ടച്ച് ചെയ്തിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പേര് സെലക്ട് ചെയ്ത് വയ്ക്കുക. അതിന് താഴെ സെലക്ട് വില്ലേജ് എന്നുണ്ടാവും. അതിൽ ടച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ വില്ലേജിൻ്റെ പേര് സെലക്ട് ചെയ്തെടുക്കുക. തൊട്ട് താഴെ സെലക്ട് ഹാബിറ്റേഷൻ എന്ന് കാണാം. അതായത് നമ്മൾ സെലക്ട് ചെയ്ത വില്ലേജിൽ ഉള്ള നമ്മുടെ പ്രദേശത്തിൻ്റെ പേരാണ് ചോദിക്കുന്നത്. മിക്കവാറും നമ്മുടെ വാർഡിൻ്റെ പേരായിരിക്കും അവിടെ ഉണ്ടാകുക. അവിടെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ പ്രദേശങ്ങളുടെ ലിസ്റ്റ് വരും. അതിൽ നിന്ന് നമ്മുടെ പ്രദേശം തിരഞ്ഞെടുക്കുക. അത് കഴിഞ്ഞാൽ തൊട്ടു താഴെയായി സെക്ഷൻ B പൂരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യത്തെ കോളത്തിൽ നെയിം ഓഫ് ദി അപ്ലിക്കൻറ്റ് ആസ് പെർ ആധാർ കാർഡ്. അതായത് ആധാർ കാർഡിലുള്ളതുപോലെ തന്നെ പേര് ടൈപ്പ് ചെയ്യണം. രണ്ടാമതായി ആധാർ നമ്പർ ചോദിച്ചിട്ടുണ്ട്. അവിടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഐ ആം ഗിവിങ് മൈ കൺസെൻറ്റ് എന്ന് തുടങ്ങുന്ന ഒരു പാരഗ്രാഫ് വായിച്ച് മനസ്സിലാക്കാനായിട്ടുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലായി കാണുന്ന ചെറിയ ചതുരം അവിടെ ടച്ച് ചെയ്ത് കൺസെൻറ്റ് കൊടുത്ത് ആധാർ നമ്പർ വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കോളത്തിൽ ഫാദേഴ്സ് ഓർ ഹസ്ബൻഡ്സ് നെയിം എന്ന് കാണാം. അവിടെ ഫാദറിൻ്റെ പേരാണെങ്കിൽ ഫാദറിൻ്റെ പേര്, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ പേരാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ പേര് കൊടുക്കുക. അതിനുശേഷം ജെൻഡർ ചോദിച്ചിട്ടുണ്ട്. അവിടെ മെയിൽ ഓർ ഫീമെയിൽ സെലക്ട് ചെയ്യുക. അതിന് താഴെ കാറ്റഗറി എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ BPL APL എന്നുള്ള ഓപ്ഷൻ വരും. അതിന് BPL തിരഞ്ഞെടുക്കുക. BPL ആയിട്ടുള്ള ആളുകൾക്കാണല്ലോ അതിൽ അപേക്ഷിക്കാൻ പറ്റുക, അല്ലാത്ത ആളുകൾക്ക് പറ്റില്ല. അപ്പോൾ BPL സെലക്ട് ചെയ്യുക. അതിന് താഴെ സബ് കാറ്റഗറി എന്നതിൽ ടച്ച് ചെയ്തിട്ട് SC ആണോ ST ആണോ അല്ലെങ്കിൽ ജെൻഡറിലാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഓപ്ഷൻ വരും. അതിൽ നിന്നും ഉചിതമായത് തിരഞ്ഞെടുക്കുക. ആധാർ കാർഡ് നമ്പറും ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്ന് കിടപ്പുണ്ടാവും. അതിന് താഴെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക, ഇമെയിൽ ID കൊടുക്കുക, അഡ്രസ്സ് കൊടുക്കുക. അത് കഴിഞ്ഞാൽ അടിയിൽ കാണുന്നത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഫോമാണ്. അവിടെ ആദ്യം ചോദിച്ചിരിക്കുന്ന IFSC കോഡ് ചോദിച്ചിട്ടുണ്ട്. IFSC കോഡ് കൊടുക്കുക. തൊട്ട് താഴെ നെയിം ഓഫ് ബാങ്ക്, ആ ബാങ്കിൻ്റെ പേര് കൊടുത്തതിന് ശേഷം ബാങ്കിൻ്റെ ബ്രാഞ്ച് നെയിം ചോദിച്ചിട്ടുണ്ട്. ഏത് ബ്രാഞ്ചാണെന്നുണ്ടെങ്കിൽ ആ ബ്രാഞ്ചിൻ്റെ പേര് കൊടുക്കുക. ബാങ്കിൻ്റെ ബ്രാഞ്ച് അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മുടെ അക്കൗണ്ട് ബുക്കിലുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് വേണമെങ്കിൽ അടിച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബാങ്ക് സ്റ്റേറ്റ്, ഏത് സ്റ്റേറ്റിലാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അത് ടൈപ്പ് ചെയ്യുക. ബാങ്ക് ഡിസ്ട്രിക്റ്റ് ചോദിച്ചിട്ടുണ്ട്. ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ബാങ്കിൻ്റെ ഡിസ്ട്രിക്റ്റാണ് കേട്ടോ. കൊടുത്തതിന് ശേഷം അടിയിലുള്ള കോളത്തിൽ അക്കൗണ്ട് നമ്പർ ചോദിച്ചിട്ടുണ്ട്. ആ കോളത്തിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെയായിട്ട് കൺഫേം അക്കൗണ്ട് നമ്പർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ ഈ അക്കൗണ്ട് നമ്പർ തന്നെ ഒരു തവണ കൂടി ടൈപ്പ് ചെയ്ത് തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൺഫേം ചെയ്യുക.
താഴെ കാണുന്ന കോളത്തിൽ ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫസ്റ്റ് പേജ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ആദ്യം തന്നെ ഫോണിൽ ഇതിനു വേണ്ട ഫയൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. എന്നിട്ട് വേണം ആപ്ലിക്കേഷൻ നടപടി തുടങ്ങാൻ. ഇമേജിൻ്റെ സൈസും അതിൻ്റെ ഫോർമാറ്റും എങ്ങനെയൊക്കെ വേണം എന്നുള്ളത് ചുവന്ന അക്ഷരത്തിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 200 KB താഴെ ആയിരിക്കണം സൈസ്. PDF, JPEG, JPG, PNG എന്നീ ഫോർമാറ്റുകളൊക്കെ അനുവദിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള ഇമേജ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ആപ്ലിക്കേഷന് മുദ്രാനായിട്ട്. അപ്പോൾ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ചൂസ് ഫയൽ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം അപ്ലൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. ആ രജിസ്ട്രേഷൻ നമ്പർ എഴുതി വെക്കേണ്ടതാണ്. പിന്നീട് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനൊക്കെ ഈ നമ്പർ ആവശ്യമായി വരും. അങ്ങനെ ആപ്ലിക്കേഷൻ പൂർത്തിയായി. ഈ പരിശോധനകൾ കഴിഞ്ഞ് നമുക്ക് ഈ തുക അനുവദിക്കുകയാണെങ്കിൽ 6000 രൂപ വീതമുള്ള 2 ഗഡുക്കളായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്കാണ് വരിക. അതിന് മുമ്പായിട്ട് ചിലപ്പോൾ പഞ്ചായത്തിൽ നിന്നും വെരിഫിക്കേഷന് വേണ്ടി വിളിച്ചേക്കാം. ഇത് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇതല്ലാതെ ഓഫ്ലൈനായും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. അതിന് പഞ്ചായത്തിൽ നേരിട്ട് പോയി അവിടെ നിന്നും കിട്ടുന്ന ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് കൊടുക്കണം. ശേഷം ഉദ്യോഗസ്ഥരായിരിക്കും സൈറ്റിലേക്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ.